നമസ്കാരം. ഇ-ലേണിന്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ഉദ്യോഗാർത്ഥികളോട് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ആ അപ്ഡേറ്റുകളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഡ്രൈവർ കം OA പരീക്ഷ എഴുതി കാത്തിരിക്കുന്നവരോടാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാനായിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പല ജില്ലകളിലായിട്ട് പലർക്കും പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാനായിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ യോഗ്യതയായി സമർപ്പിച്ചിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും യഥാക്രമം PSCയുടെ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇനി ആർക്കെങ്കിലും അത്തരത്തിലുള്ള പ്രൊഫൈൽ മെസ്സേജുകൾ വന്നിട്ടില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തതിനാലാകാം അത്. ഇനി ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഇറങ്ങുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഉൾപ്പെട്ടിട്ടില്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധ്യമല്ല. എന്നിരുന്നാൽ തന്നെയും കൃത്യമായി PSC പറഞ്ഞിരിക്കുന്ന പ്രകാരം അവസാന തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ യോഗ്യതകളും കൃത്യമായി പ്രൊഫൈലിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഇനി രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണുള്ളത്. എക്സൈസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു അപ്ഡേറ്റ്. മറ്റൊന്നുമല്ല, PSC എക്സൈസ് ഡ്രൈവറിന്റെ സിലബസ് പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ സിലബസ് മാറുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സിലബസ് മാറിക്കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട 30 മാർക്കിന്റെ ചോദ്യങ്ങളും തസ്തികയുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, അതിൽ കുറച്ചുകൂടി അഡീഷൻസ് PSC കൊണ്ടുവന്നിട്ടുണ്ട്. മാത്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പൊതുവിജ്ഞാനത്തിന്റെ ഭാഗങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി PSC ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ലളിതമായിട്ട് ഒരു പരീക്ഷ ആയിരിക്കില്ല എന്നർത്ഥം. കഴിഞ്ഞ കാലങ്ങളിൽ PSC ഡ്രൈവർ പരീക്ഷകൾക്ക് നടത്തിയതുപോലെ ഈ പ്രാവശ്യം വളരെ ലളിതമായിട്ടൊരു പരീക്ഷയ്ക്ക് ആയിരിക്കത്തില്ല നിങ്ങൾ തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുവാൻ പോകുന്നത് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എക്സൈസ് ഡ്രൈവർ ജോലിക്ക് തയ്യാറെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും മാറിയ സിലബസിനനുസരിച്ച് കൃത്യമായി പഠിച്ചെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ വരികയുള്ളൂ, ജോലി ലഭിക്കുകയുള്ളൂ. മാറിയ സിലബസിനനുസരിച്ചുള്ള ക്ലാസുകൾ ഇന്നു മുതൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ലഭ്യമായിരിക്കും. താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിലവിൽ എക്സൈസ് ഡ്രൈവറിന്റെ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ സിലബസ്, പുതിയ സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ തയ്യാറെടുക്കാൻ പോവേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നോക്കുക, വീഡിയോയിലേക്ക് പ്രവേശിക്കുകയാണ്. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ 386/2025 100 മാർക്കിന്റെ പരീക്ഷ. ശ്രദ്ധിച്ചോണേ. പൊതുവിജ്ഞാനത്തിലേക്ക് വന്നാൽ കുറച്ചുകൂടി കാര്യങ്ങൾ പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്തുനിന്ന് PSC ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ ലളിതമായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ കഴിയില്ല എന്നർത്ഥം. പരീക്ഷ പാസ്സാകുവാനായിട്ട് വളരെ ലളിതമായി പഠിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല. പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് വന്നാൽ ചരിത്രം നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ പരീക്ഷയുടെ നിലവാരം കുറച്ചുകൂടി കൂടുതലാണ്. എന്ന് വെച്ചാൽ ചോദ്യങ്ങളുടെ നിലവാരം നല്ലതായി ഉയരുവാൻ സാധ്യതയുണ്ടെന്നർത്ഥം. ഒരുപക്ഷെ സെന്റൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. വൺ വേർഡ് MCQന് പകരമായിട്ട് സെന്റൻസ് ഓറിയന്റഡ് ആയിട്ട് ഫാക്ച്വൽ ആയിട്ടുള്ളത് മാറ്റി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തെങ്കിൽ മാത്രമേ ഈ പ്രാവശ്യം എക്സൈസ് ഡ്രൈവറിന്റെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളൂ. വളരെ എളുപ്പമാണ് എന്ന് കരുതി പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ ദയവ് ചെയ്ത് നിൽക്കരുത്. പഠിക്കുവാൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അതെല്ലാം പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രാവശ്യം ജോലി കിട്ടുകയുള്ളൂ. നോക്കിക്കേ, ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, എക്കണോമിക്സിന്റെ പാർട്ട് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് എക്കണോമിക്സ് അത്ര പ്രാധാന്യത്തോടു കൂടി വന്നിരുന്ന ഒരു സംഗതി അല്ലായിരുന്നു. ഇന്ത്യൻ ഭരണഘടന 6 മാർക്കിനാണ് ചോദിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഓക്കെ ആണോ? അടുത്തത് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 2 മാർക്കിനുണ്ട്. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. അടുത്തത് നോക്കി, വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഭൗതികശാസ്ത്രം, രസതന്ത്രം, കലാസാഹിത്യം, കായികം തുടങ്ങിയ ഭാഗങ്ങള് കൃത്യമായിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സിലബസ് കാണുമ്പോൾ നമ്മുടെ LDയുടെ അതേ സിലബസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഫോഴ്സിന് ചോദിക്കുന്ന അതേ സിലബസ് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ
ആനുകാലിക വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 10 മാർക്കിന് കറണ്ട് അഫെയർ 10 മാർക്കിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. കറണ്ട് അഫെയർ നമുക്ക് ഈ പ്രാവശ്യം ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കുവാൻ പറ്റില്ല. കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് മത്സരം കടുപ്പിക്കുവാനായിട്ട് മറ്റൊരു സംഗതി കൊടുത്തിട്ടുണ്ട് PSC. എന്താണെന്നല്ലേ? ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ മാത്സ് ഉണ്ടെന്നർത്ഥം. 10 മാർക്കിന്റെ ഗണിതമുണ്ട്. കണ്ടോ? അപ്പോ കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടൂ. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടൂ. ഫയർഫോഴ്സ് ഡ്രൈവർ പോലെ, എക്സൈസ് ഡ്രൈവർ പോലെ, ഫയർമാൻ ഡ്രൈവർ പോലെ, പോലീസ് ഡ്രൈവർ പോലെ തന്നെ ടൈറ്റ് ആകുകയാണ് പരീക്ഷയും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയവരുണ്ട്, മണ്ടത്തരം പറ്റിപ്പോയവരുണ്ട്. എന്താണെന്നല്ലേ? എക്സൈസ് ഡ്രൈവർ അല്ലേ, വേക്കൻസികൾ വളരെ കുറവായിരിക്കില്ലേ, ഞാൻ പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലോ നിങ്ങൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും കൂടി ഒറ്റ തയ്യാറെടുപ്പ് നടത്തിയാൽ മതിയായിരുന്നു. കാരണം ഇനിയിപ്പോ പോലീസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ ഉടനെ വിളിക്കും. അപ്പോൾ ഇതിന്റെ ബാക്കി അതിന് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതി. അവിടെ സ്പെഷ്യൽ ടോപ്പിക് ഒന്ന് മാറുമോ എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. നിങ്ങൾ കാണിച്ചൊരു മണ്ടത്തരമാണെന്ന് മാത്രമേ അതിനെപ്പറ്റി പറയുവാനുള്ളൂ. പോട്ടെ, സാരമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അടുത്ത നോക്കിയേ, സ്പെഷ്യൽ ടോപ്പിക്സ്. തസ്തികളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. 20 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇന്നലെ വരെ ഇങ്ങനൊരു സംവിധാനമേ ഇല്ലായിരുന്നു, ഇന്നു മുതലുണ്ട്. അപ്പോ ഈ 20 മാർക്കിന്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ. NDPS ആക്ട് ഉണ്ട്, കോഡ് ആക്ട് ഉണ്ട്, ഫോറിൻ ലിക്കർ ആക്ട് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകൂ. 20 മാർക്ക് ഒരു കാരണവശാലും കളയുവാൻ പാടില്ല. ഇനി നമുക്ക് കുറച്ചെങ്കിലും സമാധാനം തന്നുകൊണ്ടിരുന്ന ഒരു ഭാഗമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ. 30 മാർക്ക്. പണ്ട് വാഹനവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളെ പറ്റി മാത്രം നമ്മൾ പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ അത് പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിനെ പറ്റി പഠിക്കണം. 1989. അതിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട നിയമങ്ങളെ പറ്റിയും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ പ്രാവശ്യം എക്സൈസ് ഡ്രൈവർ ജോലിക്ക് കയറാൻ സാധിക്കൂ. ഓർക്കുക, ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നതല്ല, പകരം പഠനത്തിന്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും. അതിനെപ്പറ്റി ബോധ്യപ്പെടുത്തുന്നത് മാത്രമാണ്. നോക്കിയേ, ഡീറ്റെയിൽഡ് സിലബസിലോട്ട് നമ്മൾ കയറുകയാണ്. സ്പെഷ്യൽ ടോപ്പിക്സും ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി മാത്രമാണ് പറയുന്നത്. ബാക്കിയെല്ലാം പോലീസ്, ഫയർമാൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ തസ്തികകൾക്ക് നിങ്ങൾ പഠിച്ചതിന്, പരിചയപ്പെട്ടതിന് സമാനമായിട്ടുള്ള സിലബസ് തന്നെയാണ്. ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്സും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് നോക്കാം. അപ്പോ സ്പെഷ്യൽ ടോപ്പിക്സ് അഥവാ തസ്തികകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് എക്സൈസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സിവിൽ എക്സൈസ് ഓഫീസറുടെ പരീക്ഷയിൽ നിങ്ങൾ അഭിമുഖീകരിച്ചിരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിങ്ങൾ പഠിച്ചിരുന്ന അതേ കാര്യങ്ങൾ ഇവിടെയും പഠിക്കേണ്ടി വരും. കാരണം നിങ്ങൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കുവാൻ പോകുന്നത് അബ്കാരി ആക്ടിനെ പറ്റിയിട്ടായിരിക്കും. ആദ്യത്തെ മൊഡ്യൂളിൽ പറയുന്ന അബ്കാരി ആക്ട് 4 മാർക്ക്. അടുത്തത് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ NDPS ആക്ട്. NDPS എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാമായിരിക്കും, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. അതിൽ നിന്ന് 2 മാർക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ എന്ന് മുഖം ചൊള്ളിക്കുവാൻ വരട്ടെ, കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുവാൻ ഇവിടെയുണ്ട്. 20 മാർക്കാണ്, നമുക്ക് ഒരിക്കലും മാറ്റിവെക്കുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അടുത്ത 3 മാർക്കിന് ചോദിക്കുവാൻ പോകുന്ന സംഗതിയാണെന്ന് പറയുന്നത് ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾസ് ഓഫ് 1968. 1968 ഡിസ്റ്റിലറി വെയർഹൌസ് റൂൾസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിക്കുക. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടാകാം. അതുപോലെ തന്നെ 4ാമത്തെ മൊഡ്യൂൾ ഫോറിൻ ലിക്വർ റൂൾസ്. 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ഫോറിൻ ലിക്വർ റൂൾസ്, വിദേശ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഡ് ആക്ട്, പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാലിക്കപ്പെടേണ്ടെന്ന നിയമക്രമങ്ങളെ പറ്റി പറയുന്നു കോഡ് ആക്ട്. അതുപോലെ തന്നെ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം, മദ്യാസക്തിക്കെതിരെയുള്ള ക്യാമ്പയിനെ പറ്റി പറയുന്നു.
അവിടെ നിന്നും 3 മാർക്കിന്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് IT ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ട്. സെക്ഷനുകൾ കൃത്യമായിട്ട് പഠിച്ചാൽ ആ 2 മാർക്ക് നമ്മുടെ കയ്യിൽ ഈസി ആയിട്ടിരിക്കും, ഓർത്ത് വെച്ചുകൊള്ളണം. അടുത്തത് എന്താണെന്ന് നോക്കിയേ, അടുത്ത ഭാഗം ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ 30 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് റെഗുലേഷൻസ്, മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ചാപ്റ്റർ 1 and 2, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 ചാപ്റ്റർ 1, ചാപ്റ്റർ 2, എക്സെപ്റ്റ് റൂൾ നമ്പർ 31 കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട് 1989. 1989 കേരള മോട്ടോർ വെഹിക്കിൾ ആക്ട്, 1989 സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ചാപ്റ്റർ 1 and 2. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അവിടെ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നോക്കിയേ, 5 മാർക്കാണ് അത്രയും ഭാഗത്ത് നിന്ന് പറയുന്നത്. ടെസ്റ്റിംഗ് നോളജ് ഓൺ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989, കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989. അപ്പോൾ ഇവിടെ നിന്നുള്ള ഭാഗങ്ങൾ, അവിടെ നിന്നുള്ള ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നാൽ എന്താണ്, ഗോൾഡൻ അവർ എന്നാൽ എന്താണ്, പബ്ലിക് പ്ലേസ്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്നാൽ എന്താണ്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്നാൽ എന്താണ്, ഹെവി ഗുഡ്സ് ആൻഡ് പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്. അപ്പൊ ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളെ പറ്റിയുള്ള കാറ്റഗറി MNT ടൈപ്സ് ഓഫ് വെഹിക്കിൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ തന്നെ നമ്മളിത് സൗജന്യമായിട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അടുത്തായി നമുക്ക് പഠിക്കാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988, 1988 മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം 3, 4, 5, 6, 10, 14, 15, 18, 20, 21, 23 സെക്ഷനുകളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്രയും സെക്ഷനുകൾ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. ആ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ യൂട്യൂബ് ക്ലാസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. അവിടെ ഈ വിവിധ സെക്ഷനുകളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുണ്ട്. ഏതൊക്കെ റൂളുകളാണ്? റൂള് 3, 4, 5, 9, 15, 3, 16, 17, 18, 21, 22, 26, 32 തുടങ്ങി വിവിധ കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങളെ പറ്റിയിട്ട്, കേരള മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ പറ്റിയിട്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡ്രൈവർ തിയറി. വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേസിക് നോളജ് ഓൺ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ഓട്ടോമൊബൈൽ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ തുടങ്ങി ഒരുപാട് വിവരങ്ങൾ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിലബസ് അനുസരിച്ചായിരിക്കും വരുന്ന പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കേണ്ടുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുകയും ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഈ ലേണിൽ കൃത്യമായിട്ട് പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഇന്നു മുതൽ നൽകി തുടങ്ങുന്നതായിരിക്കും. ഇനിയും നിങ്ങൾ ഈ ലേണിനൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന ഡെമോ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. മാറിയ സിലബസിനനുസരിച്ച, പരിഷ്കരിച്ച ഏറ്റവും പുതിയ സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സുകളും നോട്ട്സുമാണ് നിങ്ങൾക്ക് ഈ ലേൺ തയ്യാറാക്കിയിരിക്കുന്നത്. SCERT, NCERT പാഠപുസ്തകങ്ങളെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സുകൾ, വീഡിയോ ലെക്ചറുകൾ, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ തുടങ്ങി നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ടുന്നതെല്ലാം, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനായി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ലേൺ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയുകയാണ്, നന്നായിട്ട് പഠിക്കുക, പരീക്ഷ എഴുതുക, ജോലി വാങ്ങിക്കുക. നന്ദി, നമസ്കാരം.